Good afternoon, all. Good afternoon, Miss. Good afternoon. Good afternoon, ma'am. Good afternoon. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് സ്പിലേജ് വേസ്റ്റിന്റെ കാര്യങ്ങളാണ് അല്ലേ? വായിച്ചു നോക്കിയായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? ഡൗട്ടുകളൊന്നും എന്തെങ്കിലും ഫീൽ ചെയ്തോ? ഡൗട്ടുകൾ? പറയാനില്ല. അപ്പൊ വായിച്ചു നോക്കിയിട്ടുണ്ട് അല്ലേ? എന്തെങ്കിലും മഴ എവിടെയും നന്നായിട്ട് നല്ല മഴയുണ്ട്, നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പൊ വെച്ച് പോകുന്നവര് ഒന്നുകൂടി കയറാൻ ശ്രമിക്കുക. നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് തന്നെ കൈകാര്യം ചെയ്ത് പോകാം. ക്ലാസ് മിസ്സാക്കണ്ട, പരമാവധി നോക്കാം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഒരു പോയിന്റ്, അതായത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പിലേജിനെ കുറിച്ചിട്ട് എല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മെർക്കുറി സ്പിലേജ് വേസ്റ്റ് തുടങ്ങിയാണ് നമുക്ക് എടുക്കേണ്ടത് അല്ലെ? എന്താണ് മെർക്കുറി സ്പിലേജ് വേസ്റ്റ് എന്നുള്ള കാര്യവും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടു അല്ലെ? മെർക്കുറി സ്പിലേജ് വേസ്റ്റ് എന്നുള്ളത് എന്താണെന്നുള്ള കാര്യം മനസ്സിലായി. ഹോസ്പിറ്റലില് ഈ രീതിയിൽ മെർക്കുറി സ്പിലേജ് വേസ്റ്റ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്, ചെറിയ തോതിലെങ്കിലും അല്ലെ? ഇൻ കേസ് അങ്ങനെ മെർക്കുറി സ്പിലേജ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള വർക്കേഴ്സിനെയും ഒപ്പം തന്നെ പേഷ്യൻസിനെയും ഒപ്പം എൻവയോൺമെന്റിനെയും ബാധിക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ അത്തരത്തിലുള്ള സ്പിലേജ് വേസ്റ്റിനെ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. അത് നല്ല കൺട്രോളബിൾ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടതാണ് അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു അത് ഡേഞ്ചറസ് ആയതുകൊണ്ട് തന്നെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ദ എൻവയോൺമെന്റ് ആൻഡ് ആക്ഷൻ മാനേജ്മെന്റ് ഇസ് ഐറ്റം അല്ലെ? നമ്മള് ഇത് പ്രധാനപ്പെട്ട ഒരു മാനേജ്മെന്റ് ആണ്. അതായത് ഇത്തരത്തിലുള്ള സ്പിലേജ് സംഭവിച്ച കാരണം അവിടെയുള്ള വർക്കേഴ്സിനെയും അല്ലെങ്കിൽ അവിടെയുള്ള പേഷ്യൻസിനെയും ബാധിക്കുന്നു. ഒപ്പം തന്നെ എൻവയോൺമെന്റിനെയും പ്രകൃതിയെയും അല്ലെ അന്തരീക്ഷത്തിനെയൊക്കെ മലിനമാക്കാനായിട്ട്, അതേമാതിരി തന്നെ അണുക്കളൊക്കെ സ്പ്രെഡ് ആവാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളാണ്. ഇത് മീൻസ് അതിന്റെ ആ വായുവിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ശ്വസിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള അല്ലെ തൊഴിലാളികൾക്കെല്ലാം തന്നെ ഇൻ കേസ് പേഷ്യൻസിനാണെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ അത് പ്രധാനമായിട്ടുള്ള കൈകാര്യം ചെയ്യേണ്ടത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ എവിക്ട് ദ ഏരിയ. എന്താണ് എവിക്ട് ദ ഏരിയ എന്ന് പറയുന്നത്? ആ ഏരിയയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിവാകണം അല്ലെ? എല്ലാവരും തന്നെ ഒഴിവായി മാറണം. കാരണം അവിടെ എന്താണ് സ്പില്ലേജ് സംഭവിച്ചിട്ടുണ്ട്. അത് മെർക്കുറിയുടെ സ്പില്ലേജ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ഇഫ് ദ സ്പിൽ ഈസ് ഇമ്പോർട്ടന്റ്, എവിക്ട് ദ ഏരിയ ആൻഡ് കോൾ എമർജൻസി സർവീസസ്. അതായത് എല്ലാവരും തന്നെ ഒഴിവാക്കുക. ഇൻ കേസ് അവിടെ ആരെങ്കിലും പേഷ്യൻസോ അല്ലെങ്കിൽ മറ്റു വർക്കേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എല്ലാവരോടും ഒഴിഞ്ഞു മാറാനായിട്ട് ആവശ്യപ്പെടുക. ഒപ്പം തന്നെ എമർജൻസി സർവീസിന് വേണ്ടിയിട്ട് അല്ലെ വേഗത്തിലുള്ള സർവീസിന് വേണ്ടിയിട്ട് വിവരം അറിയിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടേക്ക് എവേ ജ്വല്ലറി. എന്താണ് ടേക്ക് എവേ ജ്വല്ലറി എന്ന് പറയുന്നത്? ഇത് എന്താണ് അല്ലെ റിയാക്ട് ചെയ്യാനായിട്ട് രാസപ്രവർത്തനം നടക്കാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്ന് അല്ലെ ജ്വല്ലറി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ എടുത്ത് മാറ്റേണ്ടതുണ്ട്. ടേക്ക് എവേ ഓൾ ജ്വല്ലറി ഫ്രം ഹാൻഡ്സ് ആൻഡ് റിസ്റ്റ് സോ ദാറ്റ് ദ മെർക്കുറി കാനോട്ട് കമ്പൈൻ വിത്ത് ദ വാല്യുബിൾ മെറ്റൽസ് അല്ലെ? അത് യോജിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ അത് എടുത്ത് മാറ്റിയില്ലെങ്കിൽ അവിടെ രാസപ്രവർത്തനങ്ങളൊക്കെ നടക്കാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അത്തരം ജ്വല്ലറി ഐറ്റംസ് ഒക്കെ എടുത്ത് മാറ്റേണ്ടതാണ്. നമുക്കറിയാം വാല്യുബിൾ ആയിട്ടുള്ള മൂല്യമുള്ള വസ്തുക്കളാണ്, അത് നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അതായത് ഇങ്ങനെ ഒരു സ്പില്ലേജ് വേസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തായാലും ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യണ്ടേ? ചെയ്യണോ? എല്ലാവരെയും ഒഴിഞ്ഞു മാറുന്നു അല്ലെ? ഒഴിഞ്ഞു മാറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒഴിഞ്ഞു മാറൊക്കെ ചെയ്യും. എമർജൻസി പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സേവനങ്ങളൊക്കെ ലഭ്യമാകാനൊക്കെ ആയിട്ട് അറിയിക്കും. അതോടൊപ്പം തന്നെ അവിടെ എന്താണ് നമുക്ക് ക്ലീനപ്പ് നടത്തണം അല്ലെ? അപ്പൊ ക്ലീൻ ചെയ്യണമെങ്കിൽ എന്താണ് മസ്റ്റ് ആയിട്ട് അവിടെ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള പ്രിക്വേഷൻസ് അല്ലെ മുൻകരുതലുകൾ എടുക്കണം. വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെ? പ്രത്യേകിച്ച്
സേഫ്റ്റി ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കണം. ഓക്കെ, പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റുകളൊക്കെ ധരിക്കണം. പേഴ്സണൽ ഷുഡ് യൂസ് suitable personal protective equipment, PPE അല്ലെ, personal protective equipment ധരിക്കുക. അതിനെന്തൊക്കെ പെടാം? സജസ്റ്റ് ഗ്ലൗസ്, ഗോഗിൾസ് ആൻഡ് റെസ്പിറേറ്റേഴ്സ് ബിഫോർ ഗോയിങ് ടു ദ സ്പിൽ ടു അവോയ്ഡ് എ കണക്ഷൻ വിത്ത് ദ മെർക്കുറി ആൻഡ് പ്രിവെന്റ് ഇൻഹാലിറ്റേഷൻ ഓഫ് മെർക്കുറി വേപ്പേഴ്സ്. അതായത് നമ്മൾ അതിന്റെ നിന്ന് വിമുക്തമാകാൻ അല്ലെ, ആ ഒരു മെർക്കുറിയുമായിട്ട് ബന്ധം സ്ഥാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് മുൻകരുതലായിട്ട് എന്താണ് പ്രധാനമായിട്ട് ഗ്ലൗസുകൾ ധരിക്കണം. അതിനും ഇരട്ട അല്ലെ, ഗൂഗിൾസ് എന്ന് പറയുമ്പോൾ കണ്ണട, അതായത് കണ്ണിലേക്ക് അതിന്റെ പേപ്പേഴ്സ് ഒന്നും പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ കാഴ്ചശക്തിയൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾസ് ധരിക്കണം. റെസ്പിറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ മാസ്കുകൾ അല്ലെ, നമുക്ക് മൂക്കിലൂടെയുള്ള ശ്വാസതടസ്സങ്ങളൊന്നും അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ആയിട്ടുള്ള റെസ്പിറേറ്റേഴ്സുകൾ, അതനുസരിച്ചിട്ടുള്ള മാസ്കുകൾ ധരിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മെർക്കുറിയുമായിട്ടുള്ള ബന്ധം ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് പ്രിവെന്റ് ഇൻഹാലിറ്റേഷൻ ഓഫ് മെർക്കുറി വേപ്പേഴ്സ്. കാരണം നമുക്കറിയാം അത് ഇൻഹാലിറ്റേഷൻ എന്ന് വെച്ചാൽ ശ്വസിക്കുമ്പോൾ ഉണ്ടാവുന്ന അല്ലെ, ശ്വസിക്കാനായിട്ടുള്ള ആ ഒരു മുൻകരുതൽ. അതിന്റെ വേപ്പേഴ്സുകൾ ശ്വസിച്ചു കഴിഞ്ഞാൽ ഒരുപാട് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ശ്വാസം മുട്ടല്, ചുമയോ അല്ലെങ്കിൽ അല്ലെ പെട്ടെന്ന് അത് ചെസ്റ്റിലേക്കൊക്കെ അടിച്ചു കയറാനൊക്കെ ആയിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ട് അതിന് മുൻകരുതലായിട്ടുള്ള നമ്മുടെ നേരത്തെ പറഞ്ഞ റെസ്പിറേറ്ററി ആയിട്ടുള്ള നമ്മുടെ മാസ്കുകളൊക്കെ ധരിച്ചിട്ട്, അല്ലെങ്കിൽ മാസ്ക് ഷീൽഡുകളൊക്കെ ധരിച്ചിട്ട് വേണം അവിടേക്ക് പ്രവേശിക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? 3 പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഒക്കെ നിങ്ങൾ എന്തായാലും എക്സാം ഒക്കെ ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ അല്ലെ? മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെ നോക്കാം. പിന്നെ ചിലപ്പോഴൊക്കെ കാണാറുണ്ട് മെർക്കുറി സ്പില്ലേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താണ് അല്ലെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എവിക്ട് ദ ഏരിയ. ചിലപ്പോൾ അതിലെ ഓപ്ഷൻസ് ഒരുപാട് ഇതുകൾ കാണാം. ആ ഏരിയയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എല്ലാവരെയും അറിയിക്കുക അല്ലെ, എമർജൻസി സർവീസിന് വേണ്ടിയിട്ട് അറിയിക്കുക, ആ ഭാഗത്ത് നിന്ന് ഒഴിവാകുക അല്ലെ. അതേമാതിരി തന്നെ നമ്മൾ കണ്ടു, ഇൻ കേസ് ജ്വല്ലറി ഐറ്റംസിനൊക്കെ അല്ലെ വാല്യുബിൾ ആയിട്ടുള്ള മെറ്റൽസ് ആയതുകൊണ്ട് തന്നെ അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അപ്പൊ വിച്ച് സ്പില്ലേജ് വേസ്റ്റ് കമ്പൈൻ വിത്ത് എന്താണ് വാല്യുബിൾ മെറ്റൽസ് ചോദിച്ചാൽ ഏത് സ്പില്ലേജ് വേസ്റ്റ് ആണ്? മെർക്കുറി സ്പില്ലേജ് അല്ലെ. രാസപ്രവർത്തനം നടത്താൻ സാധ്യമായിട്ടുള്ള സ്പില്ലേജ് വേസ്റ്റ് ഏതാണ്? മെർക്കുറി. അപ്പൊ അത്തരം ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം, അതുകൊണ്ട് അതൊക്കെ നോട്ട് ചെയ്ത് പോവാം. ദെൻ നമ്മൾ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവുകയാണ്. കണ്ടെയ്ൻ ദ സ്പില്ല്. എന്താണ് കണ്ടെയ്ൻ ദ സ്പില്ലിൽ പറയുന്നത്? നമുക്കറിയാം ആ ഭാഗം അല്ലെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഉൾക്കൊള്ളുന്ന അല്ലെ ആ ഇതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഒക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. കണ്ടെയ്ൻ ദ സ്പില്ലൊക്കെ ഇനി തുടങ്ങിയൊക്കെ അങ്ങനെ റിപ്പീറ്റേഷൻ വരും അല്ലെ. കണ്ടെയ്ൻ ദ സ്പിൽ എന്ന് പറയുന്നത് യൂസ് എ മെർക്കുറി സ്പിൽ കിറ്റ് ഓർ അബ്സോർബന്റ് മെറ്റീരിയൽ ലൈക്ക് അബ്സോർബന്റ് പാഡ്സ് ടു കണ്ടെയ്ൻ ദ സ്പില്ല് ആൻഡ് ടു പ്രിവെന്റ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്. അതായത് നമുക്കൊരു സ്പിൽ കിറ്റ് അല്ലെ, അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, മെർക്കുറി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അത് മതിയായ അളവിൽ വലിച്ചെടുക്കാൻ വേണ്ടി അതിന് പറ്റുന്ന തരത്തിലുള്ള സ്പിൽ കിറ്റ്, അതായത് മാനുഫാക്ചേഴ്സ് പറയുമല്ലേ അവിടെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സൊല്യൂഷൻസ് ഒക്കെ അടങ്ങിയ കിറ്റുകളുണ്ട്. ഇപ്പൊ എല്ലാവരും അങ്ങനെയാണല്ലോ അല്ലെ. നമ്മള് ഒരു എന്താണ് മാർക്കറ്റിൽ ചെലവാകാൻ വേണ്ടിയിട്ട് 1-2 സംഭവങ്ങളൊക്കെ ഒന്നിച്ച് തന്നെ പാക്ക് ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യും ഇല്ലേ, കണ്ടിട്ടില്ലേ? ചിലപ്പോ അതിന്റെ പൗഡർ ഉണ്ടാവും, ചിലപ്പോ അതിന്റെ അല്ലെ എന്താണ് അതിന്റെ ക്ലീൻ ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ടാവും, അങ്ങനെ പല സാധനങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ സ്പിൽ കിറ്റ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള മെർക്കുറി സ്പിൽ കിറ്റ് എന്ന് പറയുമ്പോൾ അത് ആ തരത്തിലുള്ള മെർക്കുറി സംഭവിച്ച ഭാഗം ക്ലീൻ ചെയ്തെടുക്കാനുള്ള പാഡ് ഉണ്ടാവും, ചിലപ്പോൾ സൊല്യൂഷൻ ഉണ്ടാവും, മറ്റേതെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ അതിൽ അടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ആ കിറ്റിൽ പറയുന്നത് എന്താണോ അതനുസരിച്ചിട്ട്, ആ മാനുഫാക്ചർ എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ടായിരിക്കണം അവിടെ യൂസ് ചെയ്യേണ്ടത്. യൂസ് ചെയ്യുന്ന മെർക്കുറി സ്പിൽ കിറ്റ് ഓർ അബ്സോർബന്റ് മെറ്റീരിയൽ like absorbent pads to contain the spill and prevent it from spreading. നമ്മൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇത് കൈകാര്യം ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞത്? ക്ലീൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞോ?
പോയിന്റ് എടുത്ത് പറയുന്നുണ്ട്. ആദ്യം പ്രിവെന്റ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്. എന്താണ് സ്പ്രെഡ് ചെയ്യുന്നതിന് മുൻകരുതലുകൾ എടുക്കണം അല്ലെ. നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുന്നതോടൊപ്പം തന്നെ അത് സ്പ്രെഡ് ചെയ്ത് പോകുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, സ്പ്രെഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. Then put the materials in a level. Okay, എന്താണ് പറയുന്നത്? Put the material in a leveled hazardous waste bag or container for discarding. Then അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ എവിടെ നിക്ഷേപിക്കണം? കൃത്യമായിട്ട് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. എന്ത് ലേബൽ ചെയ്ത ബാഗിൽ നിക്ഷേപിക്കണം? ബയോമെഡിക്കൽ വേസ്റ്റ് ലേബൽ ചെയ്ത ബാഗിലാണോ നിക്ഷേപിക്കാൻ പറയുന്നത്? വേസ്റ്റ് ബാഗ്. അത് ഏത് ബാഗാണെന്ന് കൃത്യമായിട്ട് ലേബൽ ചെയ്തിട്ടുണ്ടാവും. അത് കൃത്യമായിട്ട് ഹസാർഡ് വേസ്റ്റ് അല്ലെ, അപകടകരമായിട്ടുള്ള വേസ്റ്റ് ബാഗ് അല്ലെങ്കിൽ ആ കണ്ടെയ്നറിൽ തന്നെ കൃത്യമായിട്ട് നമ്മൾ നിക്ഷേപിക്കണം. അപ്പൊ അതിന്റെ മാർക്ക് ചെയ്യാം. മെർക്കുറി സ്പില്ലേജ് ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ആ മെറ്റീരിയൽസ് എല്ലാം ഏത് ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സിലാണ് നിക്ഷേപിക്കേണ്ടത്? ഹസാർഡ് വേസ്റ്റ് ബാഗ് ഓർ കണ്ടെയ്നേഴ്സ് അല്ലെ, അങ്ങനെ ലേബൽ ചെയ്തിരിക്കുന്ന ബാഗിലാണ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടത്, നിക്ഷേപിക്കേണ്ടത് അത്തരത്തിലുള്ള ഐറ്റംസുകളൊക്കെ. Then if it is a small spillage, zip with the needle, less syringe without the needle and dispatch for a recycle. അതായത് നമുക്കിത് ഒരു ചെറിയ ചോർച്ചയാണെങ്കിൽ എന്താണ്, സൂചിയില്ലാത്ത സിറിഞ്ച് ഉപയോഗിച്ച് അത് ഒഴിവാക്കിയിട്ട് അത് കളക്ട് ചെയ്തിട്ട് അപ്പൊ ഒരു ഉപയോഗത്തിന് വേണ്ടിയിട്ട് റീസൈക്കിളിന് വേണ്ടിയിട്ട് അത് നമുക്ക് ഡെസ്പാച്ച് ചെയ്യാമോ. അതായത് സ്പില്ലേജ്, മെർക്കുറിയുടെ സ്പില്ലേജ് എന്ന് പറയുന്നത് വളരെ ചെറുതാണെങ്കിൽ സൂചിയില്ലാത്ത സിറിഞ്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് അത് ഫിൽ ചെയ്ത് കളക്ട് ചെയ്തിട്ട് സിപ്പ് ചെയ്ത് കളക്ട് ചെയ്തതിനു ശേഷം ആ നീഡില് നമുക്ക് വേണമെങ്കിൽ വീണ്ടും റീസൈക്ലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാന്നുള്ളതാണ്. സ്പില്ലേജിന്റെ എത്രത്തോളം ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം അത്തരത്തിലുള്ള കാര്യങ്ങൾ. നമ്മൾ ആദ്യം കണ്ടിരുന്നല്ലേ, സ്പില്ലേജ് വേസ്റ്റ് എടുത്തപ്പോ തന്നെ കണ്ടിരുന്നു. ആദ്യം തന്നെ ഐഡന്റിഫൈ ദ സ്പില്ല് കണ്ടു അല്ലെ. ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ആദ്യം നോട്ട് ചെയ്യണം. അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കണം അല്ലെ. അത് മെഷർ ചെയ്തതിനു ശേഷമാണ് അടുത്ത സ്റ്റെപ്പുകളിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ഇപ്പൊ സ്പില്ലേജ് കൂടുതലാണെങ്കിൽ അതനുസരിച്ചിട്ട് സ്പിൽ കിറ്റ് അനുസരിച്ചിട്ട് തന്നെ അവിടെ ക്ലീൻ ചെയ്യേണ്ടതാണ്. അതെല്ലാം കുറച്ച് സ്പില്ലുള്ളതെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ എന്താണ് നീഡ്ലെസ് ആയിട്ടുള്ള സിറിഞ്ച് ഉപയോഗിച്ചിട്ട് സിപ്പ് ചെയ്തെടുത്തിട്ട് അതെന്താണ് അത് റീസൈക്ലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അത്തരത്തിലുള്ള ഡെസ്പാച്ചില് നിക്ഷേപിക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ക്ലീൻ അപ്പ് ദ സ്പിൽ. എന്താണ് ക്ലീൻ അപ്പ് ദ സ്പിൽ? യൂസ് എ മെർക്കുറി സ്പിൽ കിറ്റ്സ് ഓർ adhere to the manufacturer's directives for the exact use of absorbent material to clean up the spill. നമുക്കറിയാം അതനുസരിച്ചിട്ട് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ സ്പിൽ കിറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതില് പാഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ അബ്സോർബും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ മെറ്റീരിയൽസ് ഒക്കെ നിക്ഷേപിക്കുന്ന കാര്യം നമ്മൾ അവിടെ പറഞ്ഞു. നെക്സ്റ്റ് എന്താണ്, അവിടെ ആ കിറ്റില് മാനുഫാക്ചേഴ്സ് എന്താണോ എന്ത് ഡയറക്ഷൻ ആണോ പറഞ്ഞിരിക്കുന്നത് ആ രീതി അനുസരിച്ചിട്ട് തന്നെ അബ്സോർബന്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കണം. Then be cautious in order to spread the mercury during the cleanup. Cleanup നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ സ്പ്രെഡ് ചെയ്ത് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. Then some hospitals വഹിക്കുക എന്നുള്ളതാണ്. അതായത് മാനുഫാക്ചറർ പറയുന്നത് വഹിക്കുക, ഫോളോ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? ഹോസ്പിറ്റൽ കിറ്റില് അതിന്റെ നിർമ്മാതാക്കള് എന്ത് ഡയറക്ഷൻ ആണോ പറയുന്നത് അത് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പൊ അത് ഇങ്ങനെ കിറ്റ് ഉപയോഗിക്കണം എന്നൊക്കെ ആയിരിക്കും അതിനെ നിർദ്ദേശിക്കുക അല്ലെ. അത് ഇന്ന അബ്സോർബന്റ് പാടുകൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാം അല്ലെ, അത് ക്ലീൻ ചെയ്തെടുക്കാം. തന്നെ നമുക്കറിയാം ആ അതിന്റെ മെറ്റീരിയൽസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ ലേബൽ ചെയ്തിരിക്കുന്ന ഹസാർഡ് ബിന്നിൽ തന്നെ നിക്ഷേപിക്കണം. അത് മാത്രമല്ല ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ സ്പ്രെഡ് ചെയ്ത് പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഞാൻ വീണ്ടും പറയുന്ന കാര്യം, സം ഹോസ്പിറ്റൽസ് ഫോളോ all the mercury spill surface decontaminated with the 10% sodium thiosulfate solution. അതായത് മിക്ക ഹോസ്പിറ്റലുകളും എന്താണ് ഇങ്ങനെ മെർക്കുറി സ്പില്ലേജ് ആണ് സംഭവിക്കുന്നതെങ്കിൽ അവിടെ അണുവിമുക്തമാക്കാനായിട്ട് 10% സോഡിയം തയോസൾഫേറ്റ് ആണ് സൊല്യൂഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത്.
ഓക്കെ, ഇങ്ങനെ മെർക്കുറി സ്പില്ലേജ് ആണ് സംഭവിക്കണമെങ്കിൽ ഏത് സൊല്യൂഷൻ ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്? അത് മുക്തമാക്കാനായിട്ട് ഏത് സൊല്യൂഷൻ ആണ് ഉപയോഗിക്കണമെന്ന് പറയുന്നത്? എന്നും പറഞ്ഞില്ലേ? ഓക്കെ, സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ഉപയോഗിക്കണമെന്നാണ്. ഓക്കെ, അവിടെ അതിന്റെ പേര് അല്ലെ നമ്മുടെ സ്കൂൾ ലെവലിൽ തുടങ്ങിയുള്ള പഠിക്കുന്ന നെയിമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ സോഡിയം തയോസൾഫേറ്റ് ഇതുകളൊക്കെ ഉപയോഗിച്ചിട്ട് അതിനെ നമുക്ക് എന്താണ് ഡീകണ്ടാമിനേറ്റ് ചെയ്യുക അല്ലെ, അണുവിമുക്തമാക്കാനായിട്ട് സാധിക്കും. ആഫ്റ്റർ മേക്കിംഗ് ഷുവർ ദാറ്റ് ഓൾ ദ മെർക്കുറി ഹാസ് ബീൻ റിമൂവ്ഡ്, കണ്ടിന്യൂ നോർമൽ working and use the cleaned area for customary operation. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് വളരെ തന്നെ അവിടെയൊക്കെ അത് ആ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം സാധാരണ നോർമൽ അല്ലെ, സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് വീണ്ടും നോർമൽ ആയിട്ട് തന്നെ ക്ലീൻ കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം ഓപ്പറേഷൻ അല്ലെ സാധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. Then dispose of a waste. നമ്മൾ നേരത്തെ പോയിന്റിന്റെ ഭാഗം തന്നെയാണ്. All materials that come into contact with the mercury should be discarded as a dangerous waste in a labeled bags or containers. അതായത് നേരത്തെ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു അല്ലെ, ബ്ലഡ് ആൻഡ് ഫ്ലൂയിഡിൽ പറഞ്ഞു, ഇനി നമുക്ക് ഇൻ കേസ് ഒരു സ്പേസ് അല്ലെ ഏതെങ്കിലും ഒരു സർഫേസ് ഏരിയ ഒക്കെ ആണെങ്കിൽ നമ്മളൊക്കെ ഇത് ഉപയോഗിച്ചിട്ടൊക്കെ വൃത്തിയാക്കും. അല്ലാതെ ഏതെങ്കിലും ഒരു പേപ്പറിലോ അല്ലെങ്കിൽ തുണികളിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അത് നമുക്ക് വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിച്ച് കളയണം. കാരണം നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ. അങ്ങനെ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്നത് കൃത്യമായിട്ട് തന്നെ ഡേഞ്ചറസ് വേസ്റ്റ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ബാഗിലോ കണ്ടെയ്നേഴ്സിലോ നിക്ഷേപിക്കണം അല്ലെ. ഹസാർഡ് വേസ്റ്റ് അല്ലെങ്കിൽ ഡേഞ്ചറസ് വേസ്റ്റ്, കാരണം അപകടകരമായിട്ടുള്ള ഒരു വേസ്റ്റ് ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അത്തരത്തിലുള്ള പേര് ലേബൽ ചെയ്തിരിക്കുന്ന ബാഗിലോ കണ്ടെയ്നേഴ്സിലോ തന്നെ നിക്ഷേപിക്കേണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആയോ? Okay, then വീണ്ടും നോക്കാം. Adhere to local, state and federal regulations for the disposal of dangerous waste. പിന്നെ നമുക്കറിയാം ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ അത് എന്താണ് നമ്മുടെ ഒരു ഹോസ്പിറ്റലിലേക്കാണ് കളക്ട് ചെയ്യണമെങ്കിൽ അവർക്കെല്ലാം കൂടി തീ കൊടുക്കാനൊന്നും സാധിക്കില്ല. അവർക്ക് ചില പെർമിറ്റുകളൊക്കെ വേണ്ടി വരുന്ന കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള വേസ്റ്റുകളാണ് കൈകാര്യം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ലോക്കൽ അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ അല്ലെ ഏതാണോ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അവരുടെ നിയമങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ടാവും. സ്റ്റേറ്റിന്റെ നിയമങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ടാവും. അങ്ങനെ ഭരണപരമായിട്ടുള്ള എന്തെങ്കിലും നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഫോളോ ചെയ്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹസാർഡ് വേസ്റ്റുകളൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ഞാനൊരു പോയിന്റ് കൂടി നോക്കിയിട്ട് വായിക്കാൻ തരാം. റിപ്പോർട്ട് ദ സ്പിൽ. എന്താണ് റിപ്പോർട്ട് ദ സ്പിൽ എന്ന് പറയുന്നത്? Spills should be reported to the concerned staff for documentation and investigation. എന്താ പറയുന്നത്? നമ്മൾ അവസാനം റിപ്പോർട്ട് തയ്യാറാക്കണം അല്ലെ, പരിശോധന നടത്തി രേഖകൾ തയ്യാറാക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പില്ലേജുകൾ സംഭവിച്ചു എന്ന് ബോധ്യം വന്ന കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും എൻവയറമെന്റൽ ആയിട്ടുള്ള പൊല്യൂഷൻസ് ഒക്കെ കൊടുത്തിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും പേഷ്യൻസിനോ ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുന്നത്. കോടതിയെ സമീപിക്കാം അവരല്ലേ. ഇങ്ങനെയുള്ള ഓരോ ഡേഞ്ചറസ് സിറ്റുവേഷനിലൊക്കെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ സ്കിൻ പ്രോബ്ലം വന്നത് അല്ലെങ്കിൽ റെസ്പിറേറ്ററി പ്രോബ്ലം വന്നത്, അത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമൊക്കെ എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചാൽ തീർച്ചയായിട്ടും എന്താണ് കോടതിക്ക് മുമ്പില് തെളിവെടുപ്പുകളും കാര്യങ്ങളും വരും. അപ്പൊ ഹോസ്പിറ്റലുകൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എവിഡൻസുകളെല്ലാം അവിടെ കാഴ്ചവെക്കേണ്ടതുണ്ട് അല്ലെ. ഇന്ന ഡേറ്റിൽ ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു, ഇന്ന രീതിയിലാണ് ഞങ്ങൾ അതിനെ ക്ലിയർ ഔട്ട് ചെയ്തതെന്ന് കൃത്യമായിട്ട് തന്നെ അവർക്ക് തെളിവ് സഹിതം ബോധ്യമാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എന്താണ് റിപ്പോർട്ട് ദ സ്പിൽ. ഇങ്ങനെയുള്ള സ്പില്ലുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ സ്പിൽസ് ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദ കൺസേൺഡ് സ്റ്റാഫ് അല്ലെ. ഏതെങ്കിലും ഒരു അന്വേഷണ വിധേയമായിട്ടുള്ള ഒരു ഏജൻസി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ നിയോഗിച്ച് അവിടെയൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്തതെന്ന് ഡോക്യുമെന്റേഷൻ ഒക്കെ തയ്യാറാക്കി അല്ലെ, രേഖാമൂലമുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി സൂക്ഷിക്കേണ്ടതാണ്. അതാണ് റിപ്പോർട്ട് സ്പിൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. നമ്മൾ ഇന്ന് എടുത്തത് മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്.
ഓക്കെ, വായിച്ചു കഴിഞ്ഞു. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ? എല്ലാവരും കണ്ടിന്യൂ ചെയ്തോട്ടെ. പോയിന്റ് വ്യക്തിത ഏരിയ തുടങ്ങിയല്ലേ പോയിന്റ് ഇട്ടാക്കുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോ 6 വരും അല്ലെ. ക്ലീനും അപ്പ് ദ സ്പില്ല്, കണ്ടെയ്ൻ ദ സ്പില്ല്. ഓക്കെ, കണ്ടെയ്ൻ ദ സ്പില്ല് നോക്കാം. യൂസ് എ മെർക്കുറി സ്പിൽ കിറ്റ് ഓർ അബ്സോർബന്റ് മെറ്റീരിയൽ like absorbent pads to contain the spill and prevent it from spreading. അതായത് നമ്മളിപ്പോ കൃത്യമായിട്ട് നമ്മൾ എന്താണ് ആ ഒരു മെർക്കുറി സ്പില്ല് സംഭവിച്ചിരിക്കുന്ന ഭാഗം ക്ലിയർ ചെയ്യണം അല്ലെ, തുടച്ച് വൃത്തിയാക്കണം. അപ്പൊ മതിയായ അളവില് നമ്മൾ ആ ഭാഗത്ത് സ്പില്ലുകൾ ആഗിരണം ചെയ്യാൻ പറ്റുന്ന അബ്സോർബന്റ് വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് കൃത്യമായിട്ടുള്ള സ്പിൽ കിറ്റില് മാനുഫാക്ചേഴ്സ് നമുക്കറിയാം ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകാര് കൃത്യമായിട്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള മുൻകരുതൽ എന്ന നിലയ്ക്ക് തന്നെ സ്പിൽ കിറ്റുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടാവും അല്ലെ. എന്താണ് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെ ഏത് നിർമ്മാർജ്ജന രീതി അനുസരിച്ച് തന്നെ ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ കെമിക്കലിന്റെ എന്തെങ്കിലും സ്പില്ലേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെ ക്ലീൻ അപ്പ് ചെയ്യണം, അതിനൊരു മുൻകരുതലുകൾ അവർ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തില് മെർക്കുറി സ്പില്ല് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ ആ ഒരു ഭാഗം എന്താണ് ആഗിരണം ചെയ്യാൻ പറ്റുന്ന അബ്സോർബന്റ് മെറ്റീരിയൽസ് ലൈക്ക് അബ്സോർബന്റ് പാഡ്, അതായത് വലിച്ചെടുക്കാൻ പറ്റുന്ന പാഡ് അവിടെ യൂസ് ചെയ്യണം. ടു കണ്ടെയ്ൻ ദ സ്പിൽ ആൻഡ് പ്രിവെന്റ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്. നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുന്നതോടൊപ്പം ഈ അബ്സോർബന്റ് പാഡ് ഉപയോഗിച്ചിട്ട് അവിടുത്തെ മെർക്കുറികളൊക്കെ വലിച്ചെടുക്കുന്നതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് അതെന്താണ് ഒരു അലക്ഷ്യമായിട്ടുള്ള രീതിയിലൊന്നും വലിച്ചെടുക്കരുത്, മറ്റുള്ളവർക്കൊന്നും സ്പ്രെഡ് ചെയ്ത് പോകുന്നില്ല എന്നും ഉറപ്പ് വരുത്തിയിട്ടാണ് അത്തരത്തിലുള്ള മെർക്കുറി സ്പില്ലുകള് വലിച്ചെടുക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. ഇങ്ങനെ വലിച്ചെടുത്ത് നമ്മൾ ആ ഒരു മെറ്റീരിയൽസ് ഉപയോഗിക്കുന്ന ആ ഒരു മെറ്റീരിയൽസ് എല്ലാം put the material in a labeled hazardous waste bag or a container for discarding. നമ്മൾക്കത് വേസ്റ്റ് ആയിട്ട് നിക്ഷേപിക്കണം അല്ലെ, ഏതെങ്കിലും വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കണം. അത് ഏതെങ്കിലും വേസ്റ്റ് ബിന്നിലല്ല നിക്ഷേപിക്കുന്നത്, കൃത്യമായിട്ട് എന്താണ് ഹസാർഡ് വേസ്റ്റ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ, അതായത് അപകടകരമായിട്ടുള്ള വേസ്റ്റുകളാണ് കളക്ട് ചെയ്യുന്ന ഒരു ബിന്നാണ് എന്ന് ലേബൽ ചെയ്തിട്ടുള്ള വേസ്റ്റ് ബിന്നിൽ തന്നെ നിക്ഷേപിക്കണം. If it is a small spillage, zip with a needleless syringe without a needle and dispatch for a recycling. In case അത് സ്പില്ല് ചെറുതാണെങ്കിൽ നീഡിലെസ് ആയിട്ടുള്ള ഒരു സിറിഞ്ച് ഉപയോഗിച്ചിട്ട് സിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം എന്താണ് ആ നീഡില് എന്താണ് വേണമെങ്കിൽ നമുക്ക് എന്താണ് ആ സിറിഞ്ച് നമുക്ക് റീസൈക്ലിംഗ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ ഡിസ്പാച്ച് ചെയ്യുന്നത് നിക്ഷേപിക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? നമുക്കറിയാം അത് അതിൻ്റെതായ രീതിയിൽ അല്ലെ കൈകാര്യം ചെയ്തതിനു ശേഷമാണ് അണുമുക്തവും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷമാണ് അത് ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ അത് ചെറുതായതുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഒരുപാട് അതിൽ എന്താണ് അത് പറ്റി പിടിക്കാനായിട്ടുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അത് റീസൈക്കിൾ ചെയ്തെടുക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? വേറെ എന്തെങ്കിലും? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഓക്കെ, നമുക്ക് നോക്കാം ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. നെക്സ്റ്റ് എന്താണ് ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്? എന്താണ് ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് എന്നുള്ളത്? നമ്മൾ കണ്ടതാണ് അല്ലെ. എന്താണ് ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്? ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ മോശയുള്ള എന്തെങ്കിലും പെൻ പോലെയുള്ള കത്തികളോ നീഡിൽസോ അല്ലെങ്കിൽ നമ്മുടെ കത്തികൾ പോലത്തെയുള്ള സംഭവങ്ങളൊക്കെ ആവശ്യമാണ്. കാരണം അവിടെ എന്തെങ്കിലും തുന്നിക്കെട്ടുകളും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും അല്ലെ. മുറിക്കലും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടെങ്കിലും ആവശ്യമായിട്ട് വരും. നമുക്കറിയാം ചില ഡേഞ്ചറസ് സിറ്റുവേഷനുകൾ നമുക്ക് ട്രീറ്റ്മെന്റിന്റെ ഭാഗം എന്ന നിലയ്ക്ക് അണുക്കൾ നിറഞ്ഞ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്ത് മാറ്റുകയോ
അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഭാഗം ക്ലീൻ ചെയ്തിട്ട് തുന്നിക്കെട്ടുകയോ ഒക്കെ ചെയ്യുന്ന അവസരങ്ങളിൽ എന്താണ് ഷാർപ്പായിട്ടുള്ള ഇഞ്ചുറീസുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഷാർപ്പായിട്ടുള്ള എക്യുപ്മെന്റ്സ് വഴി ആർക്കെങ്കിലൊക്കെ അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിലൊക്കെ പരിക്കുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഈ ഇഞ്ചുറീസ് ഒക്കെ എന്താണ് ചെറുതാണെങ്കിലും അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. കാരണം ഇഞ്ചുറീസിലൂടെയൊക്കെ ഈ രോഗാണുക്കൾ അല്ലെ അവിടെ മല്ലമാക്കപ്പെട്ടിരിക്കുന്ന ആ ഷാർപ്പുമായ വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അണുക്കള് ആ മുറിവിലൂടെ തന്നെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനും അങ്ങനെ രോഗങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഉണ്ടാവില്ലേ? നമ്മള് വെറുതെ ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് നമ്മൾ മുറിക്കപ്പെടണമെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതിന്റെ ആ ഒരു പോറല് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ, മുറിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം ഇങ്ങനെ എന്തെങ്കിലും അണുക്കളൊക്കെ ഉള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലൊക്കെയാണ് എന്താണ് നമുക്ക് ഈ മുറിവുകൾ ഉണ്ടാവണമെങ്കിൽ എന്താണ് അതുമ പറ്റി പിടിച്ചിരിക്കുന്ന അണുക്കളും ഈ മുറിവിലൂടെ തന്നെ എന്താണ് വ്യക്തികളിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവർക്ക് രോഗം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. നോക്കാം, ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് needles, scalpels and other sharp medical tools can cause injury and infection to healthcare workers and other who may come into contact with it. നേരത്തെ പറഞ്ഞ മാതിരി അതുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന വർക്കേഴ്സുകൾക്കെല്ലാം അല്ലെങ്കിൽ ഇൻ കേസ് പേഷ്യൻസ് ആണെങ്കിൽ കൂടി അവർക്കൊക്കെ എന്താണ് ഈ രീതിയിൽ എന്തെങ്കിലും മുറിവുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ മുറിവുകൾ സംഭവിച്ച് അതിലൂടെയൊക്കെ ഇഞ്ചുറിയിലൂടെയൊക്കെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. എന്താ പറയുന്നത്, ഹിയർ ആർ സം സ്റ്റെപ്സ് ഫോർ മാനേജിങ് ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ്. ഇത്തരത്തിലുള്ള ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പുകളുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം, യൂസ് സേഫ്റ്റി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഇതാണ് ഫസ്റ്റ് വൺ പറയുന്നത്, യൂസ് സേഫ്റ്റി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. എപ്പോഴും സുരക്ഷ മുൻനിർത്തിയിട്ടുള്ള എക്യുപ്മെന്റ്സ് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ബിഫോർ അപ്രോച്ചിങ് ദ സ്പില്ലർ, പേഴ്സണൽ ഷുഡ് വെയർ suitable personal protective equipment that include gloves and puncture resistant containers to avoid contact with the waste and avoid the injury. അതായത് നമുക്കറിയാം, ഓപ്പറേഷൻ തിയേറ്ററിലും അവരുടെയൊക്കെ പോകുമ്പോഴല്ലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളും കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വരുന്നതിന് മുമ്പ് തന്നെ അവര് ഗ്ലൗസും എന്താണ് അതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ധരിച്ചിട്ടായിരിക്കും വരിക അല്ലെ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയുന്നുണ്ട് ഗ്ലൗസുകൾ ധരിക്കണം. ദെൻ ഈ പറഞ്ഞ മാതിരി ഈ ടൂൾസുകളെല്ലാം കൈകാര്യം ചെയ്യുന്ന കണ്ടെയ്നർ അത് പഞ്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നർ എന്ന് വെച്ചാൽ പുറത്തേക്കൊന്നും എന്താണ് തള്ളി നിൽക്കാത്ത വിധത്തിലല്ലേ, മൂത്ത ഭാഗങ്ങളെല്ലാം മുറിച്ചുള്ള ഭാഗങ്ങളെല്ലാം പുറത്തേക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള കണ്ടെയ്നേഴ്സ് അല്ല, പങ്ക്ചർ അല്ലെ മുഴുവൻ എന്താണ് നല്ല കട്ടിയുള്ള റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സിലാണ് അതൊക്കെ കൊണ്ട് നടക്കേണ്ടത്. Then to avoid contact with the waste and avoid injury. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കണം. ഇഞ്ചുറി അതായത് മുറിവുകൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത്. നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, കണ്ടെയ്ൻ ദ സ്പില്ല്. അപ്പൊ നമ്മൾ കണ്ട പോയിന്റ്സ് ഒക്കെ തന്നെയാണ് ഇനി റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, നിങ്ങൾ കഴിഞ്ഞ ഒരു പോയിന്റിൽ എന്തെങ്കിലും ശ്രദ്ധിച്ച് കാണും അല്ലെ, കണ്ടെയ്ൻ ദ സ്പില്ലൊക്കെ ഇതിലും വന്നില്ലേ? നോ. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിൽ വന്നോ? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിൽ വന്നു, മെർക്കുറി സ്പില്ലേജ് വേസ്റ്റിൽ വന്നു. ഓക്കെ, വീണ്ടും ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റിൽ വരും. ഇനി വന്നിട്ടുണ്ട് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റിലൊക്കെ വരും. ഓക്കെ, ഇനിയിപ്പോ ഈസി ആയി തുടങ്ങിയില്ലേ? തുടങ്ങിയോ? ലാസ്റ്റ് ക്ലാസ്സും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. പ്രത്യേകിച്ച് സ്പില്ലേജ് വേസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇടയ്ക്കൊക്കെ നിങ്ങളോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നും. ഒരുപാട് ബോറടിക്കാതെ നിങ്ങൾക്ക് തന്നെ റെസ്പോണ്ട് ചെയ്ത് നമുക്ക് ഈ പോയിന്റ്സുകൾ കവർ ചെയ്ത് പോവാം. കണ്ടെയ്നർ സ്പില്ലിൽ എന്തായിരിക്കും പറയുന്നത്? അത് കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കണ്ടെയ്നേഴ്സ് അല്ലെ. നമുക്ക് യൂസ് എ പഞ്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നർ ടു പിക്കപ്പ് കെയർഫുള്ളി എനി ഷാർപ്പ് ആൻഡ് പുട്ട് ദം ഇൻ എ ലേബൽഡ് ബയോഹാസാർഡ് ബാഗ്സ് ഓർ കണ്ടെയ്നേഴ്സ് ഫോർ ഡിസ്കാർഡിങ്. അതായത് ഇത്തരത്തിൽ ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചിട്ടിരിക്കുന്ന എന്തെങ്കിലും എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും പഞ്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സിൽ തന്നെ അത് കളക്ട് ചെയ്ത് സൂക്ഷിക്കണം. അതിന് മാത്രമല്ല കെയർഫുള്ളി ആയിട്ട് അത് അതിലേക്ക് നിക്ഷേപിക്കണം. വീണ്ടും ഇത്തരത്തിലുള്ള മൂർച്ചയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ
ഇൻ കേസ് നമുക്കറിയാം അതിൽ അണുക്കൾ പറ്റി പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അല്ലെ എന്തെങ്കിലും യൂസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് വേസ്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട എക്യുപ്മെന്റ് ആണ് എങ്കിൽ എന്താണ് എവിടെയാണ് അത് നിക്ഷേപിക്കേണ്ടത്? ലേബലിന്റെ ബയോഹസാർഡ് ബാഗ്സ് അല്ലെ ബയോഹസാർഡ് എന്നുള്ള കാര്യം തന്നെ കൃത്യമായിട്ട് തന്നെ നിക്ഷേപിക്കേണ്ടതാണ്. ഇതിനു വേണ്ടിയിട്ട് അത് നിക്ഷേപം നമുക്ക് വേണ്ടാന്ന് വെക്കാൻ വേണ്ടിയിട്ട് അത് ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബയോഹസാർഡ് ബാഗ്സിലാണ് നിക്ഷേപിക്കേണ്ടത്. വീണ്ടും എന്താണ് ക്ലിയർ അപ്പ് ദ സ്പില്ല്. എന്താണ് ക്ലിയർ അപ്പ് ദ സ്പില്ലിൽ പറയുന്നത്? ആ ഭാഗം നമുക്ക് ഡിസ്ഇൻഫെക്ഷൻ ആക്കണം അല്ലെ, നമുക്ക് ഒരു അണുവിമുക്തമാക്കി മാറ്റേണ്ട ഒരു പ്ലേസ് ആണ്. എവിടെയെങ്കിലും ഇപ്പൊ ഇൻ കേസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്കെയിൽ അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു പെൻ പോലെയുള്ള കത്തികളൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഒരുപക്ഷെ കയ്യിൽ നിന്നൊക്കെ വഴുതി ചിലപ്പോൾ താഴെ വീണ് പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അവര് ഓപ്പറേഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കാതെ ഡ്രസ്സിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കാതെ ചിലപ്പോ ആണെങ്കിൽ എന്താണ് അതെല്ലാം അശ്രദ്ധ കൊണ്ടാണെങ്കിൽ കൂടി അല്ലെങ്കിൽ ചിലപ്പോ എന്താണ് ഭയങ്കര സ്പീഡിൽ വർക്ക് ചെയ്യുന്നതിന്റെ ആ ഒരു ഇതുകൊണ്ട് തന്നെ ചിലപ്പോ ആണെങ്കിൽ അതൊക്കെ താഴെ പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ ഭാഗമൊക്കെ എന്താണ് അണുവിമുക്തമാക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ക്ലിയർ അപ്പ് സ്പില്ലിൽ എന്താ പറയുന്നത്? യൂസ് എ ഡിസ്ഇൻഫെക്ടന്റ് സൊല്യൂഷൻ ടു ക്ലീൻ ദ അഫക്റ്റഡ് ഏരിയ കംപ്ലീറ്റ്ലി ആൻഡ് എന്താ പറയുന്നത്? അതിന് പ്രധാനമായിട്ട് പറയുന്നത് ക്ലിയർ അപ്പ് ദ സ്പില്ല്. യൂസ് എ ഡിസ്ഇൻഫെക്ടന്റ് സൊല്യൂഷൻ ടു ക്ലീൻ ദ അഫക്റ്റഡ് ഏരിയ കംപ്ലീറ്റ്ലി. Stick to the manufacturer's directives for the active concentration and contact time of the disinfectant. അതായത് നമുക്കറിയാം അവിടെ അണുവിമുക്തമാക്കാനായിട്ട് എന്തെങ്കിലും സ്പിൽ കിറ്റ് ഉണ്ടാവും അല്ലെ. അത്തരം കാര്യങ്ങളാണ് സംഭവിക്കണമെങ്കിൽ ഹോസ്പിറ്റലുകാര് മുൻകരുതലായിട്ട് തീർച്ചയായിട്ടും സ്പിൽ കിറ്റുകൾ കരുതിയിട്ടുണ്ടാവും. അപ്പൊ അവിടെ ആ ക്ലീൻ ഏരിയ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് അവിടെ എന്തെങ്കിലും സൊല്യൂഷൻസ് അവിടെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. Then stick to the മാനുഫാക്ചേഴ്സ്. ആ ഒരു സ്പിൽ കിറ്റിൽ എന്താണ് മാനുഫാക്ചേഴ്സ് അതിന്റെ നിർമ്മാതാക്കൾ എന്താണോ ഡയറക്ഷൻ പറയുന്നത് ആ ഡയറക്ഷൻ അനുസരിച്ചിട്ട് തന്നെ ആ ഭാഗങ്ങൾ എന്തെങ്കിലും അബ്സോർബന്റ് പാഡ്സുകൾ ഉണ്ടാവാം, അതല്ലെങ്കിൽ ക്ലീൻ ചെയ്യേണ്ട എന്തെങ്കിലും എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവാം, ചില സൊല്യൂഷൻസ് എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവാം. അവര് മാനുഫാക്ചേഴ്സ് അതിന്റെ നിർമ്മാതാക്കൾ എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് അത്തരത്തിലുള്ള വസ്തുക്കളെല്ലാം അവിടെ ഉപയോഗിക്കുക. then എന്താണ് പറയുന്നത്? ആക്റ്റീവ് കോൺസെൻട്രേഷൻ ആൻഡ് കോണ്ടാക്ട് ടൈം ഓഫ് ദ ഡിസ്ഇൻഫെക്ടന്റ്. അവിടെ കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. നമ്മൾ ഈ എക്യുപ്മെന്റ്സുകളും അല്ലെങ്കിൽ പാഡുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ സൊല്യൂഷനൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും ഇത്ര സമയം അവിടെ വെയിറ്റ് ചെയ്യണം എന്നല്ലേ. ഇതിനു വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്നത് സൊല്യൂഷനൊക്കെ നമ്മൾ അത്തരത്തിലുള്ള ഭാഗം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് സൊല്യൂഷനൊക്കെ ഉപയോഗിച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമെന്ന് പറയും. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്നത്? മാനുഫാക്ചേഴ്സ് എന്തെങ്കിലും കാര്യം കൊണ്ടായിരിക്കോ കുറച്ച് സമയം അവിടെ എന്തെങ്കിലും പാഡുകളൊക്കെ ഇന്ന സൊല്യൂഷനിൽ വെച്ചിരിക്കുന്ന പാഡുകളൊക്കെ മുക്കിയിട്ട് അവിടേക്ക് ആ ഒരു ഡിസ്ഇൻഫെക്റ്റന്റ് ആയിട്ടുള്ള ഇൻ കേസ് അണുക്കളുള്ള ആ ഏരിയകളൊക്കെ അണുവിമുക്തമാക്കാനായിട്ട് അവിടെ എത്ര സമയം യൂസ് ചെയ്യണമെന്ന് പറയും. അത് ഇതിനു വേണ്ടിയിട്ടാ ഓക്കെ സ്പ്രെഡ് ആവാതിരിക്കണം. പിന്നെ അവിടുത്തെ അണുക്കൾ നഷ്ടപ്പെട്ടു പോകണം അല്ലെ. ഇത്ര സമയം ആകുമ്പോഴാണ് അണുക്കൾ നശിച്ചു പോവുകയുള്ളൂ. അങ്ങനെ ഉണ്ടാവില്ലേ? അങ്ങനെ ഉണ്ടാവില്ലേ? ഓക്കെ. അപ്പൊ അവിടുത്തെ അണുക്കള് നഷ്ടപ്പെട്ടു പോകണമെങ്കിൽ ഇത്ര സമയം ഇത്ര സൊല്യൂഷൻസ് അവിടെ ഉപയോഗിക്കണമെന്ന് മാനുഫാക്ചേഴ്സ് നിർദ്ദേശിക്കും. ആ മാനുഫാക്ചേഴ്സ് എന്താണോ അത് നിർമ്മാതാക്കൾ അത്തരം സൊല്യൂഷൻസ് ഒക്കെ നിർമ്മിച്ചിരിക്കുന്നവർ എന്താണോ പറയുന്നത് ആ ഡയറക്ഷൻ അനുസരിച്ചിട്ട് തന്നെ അത്രയും സമയം തന്നെ അത്തരത്തിലുള്ള സൊല്യൂഷൻസ് അവിടെ ഉപയോഗിക്കേണ്ടതാണ്. അതാണ് അടുത്ത് പറയുന്നത് കോണ്ടാക്ട് ടൈം ഓഫ് ദ ഡിസ്ഇൻഫെക്ടന്റ്. അവിടെ ചിലപ്പോ ആണെങ്കിൽ ഇന്ന ലായനിയിൽ മുക്കിയ പാഡുകള് അത്തരത്തിലുള്ള പ്ലേസുകളിൽ ഇത്ര സമയം വെക്കണമെന്ന് പറയും. അതോട് കൂടിയിട്ടായിരിക്കും അവിടുത്തെ അണുക്കളൊക്കെ നശിച്ചു പോകുന്നത്. അതിനുശേഷമായിട്ടായിരിക്കും അവിടെ ബാക്കി ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടത്തേണ്ടി വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, എന്താ നെക്സ്റ്റ് നോക്കാം. ഗെറ്റിംഗ് റെഡ് ഓഫ് വേസ്റ്റ്. എന്താണ് ഗെറ്റിംഗ് റെഡ് ഓഫ് വേസ്റ്റ് എന്ന് പറയുന്നത്? ഓൾ മെറ്റീരിയൽസ് അതായത് മുക്തമാക്കുക അല്ലെ. ഗെറ്റിംഗ് റെഡ് ഓഫ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഓൾ മെറ്റീരിയൽസ് ദാറ്റ് കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് ദ ഷാർപ്സ് സ്പില്ലേജ് ഷുഡ് ബി got rid of as dangerous waste in a labeled biohazard bags or containers.
അതായത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് എന്തെങ്കിലും വില ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിസേഴ്സ് അല്ലെങ്കിൽ പെൻ പോലെയുള്ള കത്തികളൊക്കെ താഴെ വീണ് പോവാന്ന് നമ്മൾ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മാത്രം തന്നെ ചിലപ്പോൾ ആണെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയൽസുമൊക്കെ ആയിരിക്കാം ടച്ച് ചെയ്യുന്നത് അല്ലെ. അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഭാഗങ്ങളിലൊക്കെ ഈ അണുക്കൾ നിറഞ്ഞ ഈ ഇത്തരത്തിലുള്ള ഷാർപ്പ് വസ്തുക്കൾ ടച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും എന്താണ് നമുക്കറിയാം ആ ഭാഗങ്ങളിലെല്ലാം പറ്റി പിടിച്ചിട്ടുണ്ടാവും അല്ലെ. നമുക്ക് ഇൻ കേസ് അത് എന്തെങ്കിലും ഒരു പേപ്പറുമയോ അല്ലെങ്കിൽ തുണിയുമയോ ഒക്കെയാണ് ടവലുമൊക്കെയാണ് അത് എന്താണ് ടച്ച് ചെയ്തേക്കണെങ്കിൽ തീർച്ചയായിട്ടും അത് മൊത്തത്തിൽ തന്നെ നമുക്ക് വേണ്ടാന്ന് വെക്കേണ്ടതായിട്ട് വരും അല്ലെ. അങ്ങനെ വെക്കാൻ പറ്റുന്ന അങ്ങനെ വേണ്ടാന്ന് വെക്കുന്ന സംഭവങ്ങളെല്ലാം എന്താണ് എല്ലാ വേസ്റ്റ് ബിന്നിലൊന്നും നിക്ഷേപിക്കാൻ പാടില്ല. കൃത്യമായിട്ട് ബയോ ഹസാർഡ് വേസ്റ്റിൽ അല്ലെങ്കിൽ ബയോ ഹസാർഡ് ബാഗിൽ നിന്ന് കൃത്യമായിട്ട് തന്നെ ലേബൽ ചെയ്തിരിക്കുന്ന ബിന്നിലോ കണ്ടെയ്നേഴ്സിൽ മാത്രമാണ് നിക്ഷേപിക്കാനായിട്ട് സാധ്യതയുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അലക്ഷ്യമായിട്ട് ഏതെങ്കിലുമൊക്കെ വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അണുക്കൾ അതുമൂലം അവിടേക്ക് അണുക്കൾ നിറയാനും എന്താണ് എന്തെങ്കിലും വസ്തുക്കൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? നമ്മളിപ്പോ എന്താണ് ഏതെങ്കിലും വ്യക്തികളിൽ എങ്ങനെ അണുക്കൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ പറഞ്ഞു. ഏതെങ്കിലും പ്ലേസിലാണ് ഇങ്ങനെ അണുക്കൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നുള്ള കാര്യം പറഞ്ഞു. ഏതെങ്കിലും മറ്റു വസ്തുക്കളുമൊക്കെ ടച്ച് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ അത്തരം വസ്തുക്കളെല്ലാം നമുക്ക് ഇന്ന ബാഗുകളിൽ നിക്ഷേപിച്ച് ഒഴിവാക്കുക എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് ലാസ്റ്റ് പോയിന്റ് നോക്കാം. കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ തന്നെ റിപ്പോർട്ട് സ്പില്ല്. എന്താണ് റിപ്പോർട്ട് സ്പില്ലിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊരു വേസ്റ്റും അല്ലെ അത് പിന്നീട് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കൃത്യമായിട്ട് തന്നെ റിപ്പോർട്ട് ഡോക്യുമെന്റ്സ് ഒക്കെ ഇത് തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പൊ സ്പിൽ ഷുഡ് ബി ഡീറ്റെയിൽഡ് ടു ദ റെലവന്റ് സ്റ്റാഫ് പേഴ്സണൽ ഫോർ ഡോക്യുമെന്റേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. പരിശോധനകൾക്കൊക്കെ വിധേയമായിട്ട് ഏതെങ്കിലും റെലവന്റ് അല്ലെ നിയുക്തമായിട്ടുള്ള സ്റ്റാഫ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് പരിശോധന അടക്കം നടത്തി കൃത്യമായിട്ടുള്ള രീതിയിലാണോ ഈ സ്പില്ലേജ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റെപ്പില് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് വായിച്ചു നോക്കാം. നമ്മളിപ്പോ ഇവിടെ തിരിച്ച് കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ടത് ഏത് ബാഗിലാണ് വേസ്റ്റുകളൊക്കെ നിക്ഷേപിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ബയോഹസാർഡ് വേസ്റ്റ് അല്ലെ, ജൈവ മാലിന്യം എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സിലാണ്. അതേമാതിരി തന്നെ നമ്മൾ ചിലതിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു ഹസാർഡ് ബാഗ്സ് എന്ന് കണ്ടു അല്ലെ. നമ്മുടെ മെർക്കുറി സ്പില്ലേജ് ഒക്കെ എവിടെ നിക്ഷേപിക്കണം എന്ന് പറഞ്ഞത് ഹസാർഡ്സ്, അപകടകരമായ ഹസാർഡ്സ് ഓർ ഡേഞ്ചറസ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിലാണ് നിക്ഷേപിക്കുന്നത്. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകാം. വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. സ്പീഡ് കൂടുന്നുണ്ടോ? ഒക്കെയാണ്. എന്തെങ്കിലും പോയിന്റ് കിട്ടാത്തവരുണ്ടോ? കണ്ടിന്യൂ ചെയ്ത് പോക്കോട്ടെ. ഓക്കെയാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്പില്ലേജിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് ഇച്ചിരി കൂടി ഡേഞ്ചറസ് ആണ് അല്ലെ, ഭയങ്കര അപകടകരമായിട്ടുള്ള സ്പില്ലേജ് ആണ്.
കെമിക്കലാണ് അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ ഏതെങ്കിലും രീതിയിലൊക്കെയുള്ള രാസപ്രവർത്തനങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ വ്യാപിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതേമാതിരി തന്നെ എന്താണ് ഹ്യൂമന്റെ ഹെൽത്തിനെയും അത് കാര്യമായിട്ട് തന്നെ ബാധിക്കും അല്ലെ. നമുക്കറിയാം ചിലപ്പോൾ രോഗനിർണയ കാര്യങ്ങൾക്കൊക്കെയാണ് ചില രീതിയിൽ ചെറിയ തോതിലെങ്കിലും കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും രോഗനിർണയമൊക്കെ നടത്തുന്നത്. അപ്പൊ ടെസ്റ്റിംഗ് കാര്യങ്ങൾക്കൊക്കെ വിധേയമാക്കാനൊക്കെ ആയിട്ട് ചെറിയ തോതിലെങ്കിലും കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിന് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് വേറെ ഏതെങ്കിലും പർപ്പസിനൊക്കെ ഉപയോഗിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ലീക്ക് ഔട്ട് ആണ് എങ്കിലും അത് രോഗികൾക്കും വർക്കേഴ്സിനും എൻവയൺമെന്റിനും ഒരുപോലെ തന്നെ എഫക്ട് ചെയ്യുന്നത് കൊണ്ട് അത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റും നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യേണ്ടതാണ്. ഓക്കെ, കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് എന്താന്നുള്ളത് ഐഡിയ കിട്ടിയോ? അവിടെ ഓരോ സ്പില്ലേജിനെ കുറിച്ചിട്ടും എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കുന്നില്ല, എങ്കിലും നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിന് കുറച്ച് എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് കൊടുത്തു അല്ലെ, ഉണ്ടായിരുന്നു അല്ലെ. ഫസ്റ്റ് ഇതിലൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുമ്പോൾ വരുന്നുണ്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ ഡയഗ്നോസ്റ്റിക് പർപ്പസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചില തോതിലൊക്കെ കെമിക്കൽസും അതൊക്കെ യൂസ് ചെയ്യാറുണ്ടെന്നൊക്കെ ഉള്ളത് ആദ്യ ക്ലാസ്സുകളിൽ കാണും. അതേസമയം ഓരോ സ്പില്ലേജ് വേസ്റ്റ് പറയുമ്പോഴും ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിൽ പറഞ്ഞത്രയും എക്സ്പ്ലനേഷൻ മറ്റൊരു സ്പില്ലേജ് വേസ്റ്റിനെ കുറിച്ചിട്ട് പറയുന്നില്ല അല്ലെ. മറ്റൊരു സ്പില്ലേജ് വേസ്റ്റിനെ കുറിച്ചിട്ട് പറയുന്നില്ല. നമ്മള് ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റിന് കുറച്ച് എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റിനെ കുറിച്ചിട്ടും എടുത്ത് പറയുന്നില്ല. കാരണം ഇതൊക്കെ ചെറിയ കണ്ടന്റ് ആണ്, പക്ഷെ ചെറുതാണെങ്കിലും അതിന്റെ സ്പില്ലേജ് എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണ് അല്ലെ. അപകടകരമായിട്ടുള്ള ഘടകങ്ങളിലേക്ക് അവസാനിക്കുന്നത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് സംഭവിക്കുമ്പോൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, പോയിന്റ്സിലേക്ക് കിടന്നോട്ടെ. ഓക്കെ, അപ്പം അതില് നമ്മള് നേരത്തെ കണ്ടു അല്ലെ, മേൽക്കൂടെ സ്പില്ലേജ് വേസ്റ്റ് കണ്ടപ്പോ നമ്മൾ പറഞ്ഞു ചെറിയ സ്പില്ലേജ് ആണ് സംഭവിക്കണമെങ്കിൽ സിറിഞ്ചൊക്കെ നീഡിൽസ് ആയിട്ടുള്ള സിറിഞ്ചൊക്കെ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഇതേമാതിരി തന്നെ ഇവിടെ കെമിക്കലാണ് സ്പില്ലേജ് സംഭവിക്കണമെങ്കിൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് വലുതാണ്, ശരിയമായ തോതിലുള്ള സ്പില്ലേജ് ആണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് എന്താണ്, ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്സ് ടു ലൈക്ക് മൈനർ ഓർ മേജർ സ്പില്ലേജ്. അതായത് അപകടകരമായ രീതിയിലുള്ള സ്പില്ലേജ് സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള സ്പില്ലേജ് ആണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ആദ്യം തന്നെ ഇവാലുവേറ്റ് ചെയ്യുക, വിലയിരുത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നോക്കുമ്പോൾ എവിക്ട് ദ ഏരിയ, എല്ലാത്തിലും പറയുന്ന മാതിരി തന്നെ എവിക്ട് ദ ഏരിയ അല്ലെ, അവിടെ നിന്ന് ഒഴിവാവണം. ഇൻ കേസ് നമുക്കറിയാം അത് ഹ്യൂമന്റെ ആരോഗ്യത്തിനെയൊക്കെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് രോഗികളെ ആണെങ്കിലും മറ്റു വർക്കേഴ്സിനെയൊക്കെ ആണെങ്കിലും എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം. ഇൻ കേസ് നമുക്കറിയാം അത് ഹാൻഡിൽ ചെയ്യേണ്ട പേഴ്സൺ ആണെങ്കിൽ ആവശ്യമായിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തതിന് ശേഷമാണ് അത് മാനേജ് ചെയ്യാനൊക്കെ ആയിട്ട് മുൻകൈ എടുത്തിറങ്ങാവും അല്ലെ. അപ്പൊ എവിക്ട് ദ ഏരിയ ആണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. ഇഫ് ദ സ്പിൽ ഈസ് ഇമ്പോർട്ടന്റ് എവിക്ട് ദ ഏരിയ ആൻഡ് കോൾ എമർജൻസി സർവീസസ്. ദ സ്പിൽ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നിന്ന് എല്ലാവരും തന്നെ ഒഴിഞ്ഞു മാറണം. എമർജൻസി സർവീസിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും അറിയിക്കേണ്ടവരെ അറിയിക്കുക എന്നുള്ളത്. ഓക്കെ ആണോ? സെക്കൻഡ് പോയിന്റ്, ഫസ്റ്റ് സെക്കൻഡ് പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഫയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻ കേസ് ആരെങ്കിലും ക്ലീൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുൻകൈ എടുക്കണം അല്ലെ. അവര് പക്ഷെ തീർച്ചയായിട്ടും മുൻകരുതലോട് കൂടിയിട്ടായിരിക്കണം അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നിലേക്ക് ഇറങ്ങേണ്ടത് അല്ലെ. അപ്പോ പേഴ്സണൽ ഷുഡ് യൂസ് suitable personal protective equipment like gloves, goggles and respirators before going to the spill to avoid a connection with the chemical and avert inhalation of a chemical smoke. അതായത് നമുക്കറിയാം കെമിക്കൽ ആയിട്ടുള്ള രാസവസ്തുക്കൾ ആയതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു അല്ലെ അതിന്റെ ഗന്ധവും കാര്യങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ വ്യാപിക്കാൻ സാധ്യത കൊണ്ട് തന്നെ എന്താണ് ശ്വാസം മുട്ടൽ പോലെയുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ശിരസിലൊക്കെ കയറി അബോധാവസ്ഥയിലേക്ക് ആവുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവാൻ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ എത്രയും ഒഴിവാവേണ്ടതാണ്. അത്തരത്തിലുള്ള കെമിക്കൽ വസ്തുക്കളിൽ നിന്നും ഒഴിവാക്കി നിൽക്കേണ്ടതാണ്. അതിനെ ഒഴിവാക്കി നിൽക്കാൻ വേണ്ടിയിട്ട് എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ധരിച്ചതിന് ശേഷം മാത്രമാണ് അവിടെയുള്ള ക്ലീനിങ് കാര്യങ്ങളും നടപ്പാക്കാൻ പാടുള്ളൂ.
പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിൽ എന്തൊക്കെ ഉൾപ്പെടുന്ന പറയുന്നത്? ഗ്ലൗസ്, ഗൂഗിൾസ് ആൻഡ് റെസ്പിറേറ്റേഴ്സ് ബിഫോർ ഗോയിങ് ടു, അല്ലെ? നമ്മള് മാസ്കുകള് അല്ലെങ്കിൽ എന്താണ് നമുക്കറിയാം ഷീൽഡ്, അല്ലെ? മാസ്ക് ഷീൽഡുകള് അല്ലെങ്കിൽ കണ്ണടകൾ, അതിന് കണ്ണിലേക്കൊന്നും അതിന്റെ ആവിയും കാര്യങ്ങളൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഗോഗിൾസുകൾ ധരിക്കാം, തന്നെ ഗ്ലൗസുകൾ ധരിക്കാം. അതിനാവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുത്തതിന് ശേഷം മാത്രമാണ് അത്തരത്തിലുള്ള വേസ്റ്റുകൾ കൈകാര്യം ചെയ്യാനായിട്ട് പാടുള്ളായിരുന്നു. ഓക്കെയാണോ? കെമിക്കൽസ് ശ്വസിക്കുന്നതൊക്കെ ഒഴിവാക്കേണ്ടതാണ്, അല്ലെ? അതാണ് അവോയ്ഡ് ഇൻഹാലേഷൻ ഓഫ് കെമിക്കൽ സ്മോക്ക്. കെമിക്കൽസുമായി ബന്ധപ്പെട്ട പരിഹാരങ്ങളെല്ലാം ശ്വസിച്ചതിലൂടെ എന്തെങ്കിലും അസുഖങ്ങൾ വരാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ ഒഴിവാക്കണം. അതിനാവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കണം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കണ്ടെയ്ൻ ദ സ്പില്ല്. നമുക്കറിയാം അവിടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സ്പിൽ കിറ്റുകൾ മാനുഫാക്ചേഴ്സ് പറയുന്ന അനുസരിച്ചിട്ട് തന്നെ ഉപയോഗിക്കണം എന്നുള്ളത് കഴിഞ്ഞ എല്ലാ സ്കിൽസിലും പറഞ്ഞ മാതിരി തന്നെ ഇതിലും പറയുന്നു. യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽ such absorbent pads to contain the spill and prevent it from spreading. Place the materials in a labeled dangerous waste bag of the container for discarding. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അവിടെ എന്താണ് അത് ആ ഭാഗത്തെ വേസ്റ്റ് വലിച്ചെടുക്കത്തക്ക വിധത്തിലുള്ള അബ്സോർബന്റ് പാഡുകൾ ഉപയോഗിക്കണം. ദെൻ എന്താണ് അവിടെ ആ പാഡുകൾ ഉപയോഗിച്ച് അവിടെ ക്ലീൻ ചെയ്യുമ്പോൾ സ്പ്രെഡ് ചെയ്ത് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ദെൻ അതിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം എവിടെ നിക്ഷേപിക്കണം? ഏത് ബിന്നിൽ നിക്ഷേപിക്കണം? ക്ലാസ്സിൽ തന്നെ ഉണ്ടാ? സ്പില്ലേജ് ആയതുകൊണ്ട് പോയോ? ഓക്കെ, ഏത് വേസ്റ്റ് ബാഗിൽ, അതിലാണ് ഇമ്പോർട്ടന്റ്. ആ ബാഗില് വേസ്റ്റ് ബാഗിന്റെ ഏത് ലേബൽ ആയിരിക്കും? എന്ത് ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിലാണ് നിക്ഷേപിക്കേണ്ടത്? ഹസാർഡ്സ് അല്ലെങ്കിൽ ഡേഞ്ചറസ് വേസ്റ്റ് ബാഗ്. ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ലേബിൾഡ് ഡേഞ്ചറസ് വേസ്റ്റ് ബാഗ്, അല്ലെ? ഡേഞ്ചറസ് എന്ന് പറയുമ്പോൾ ഹസാർഡ്സ് ബാഗിൽ തന്നെയാണ് നിക്ഷേപിക്കേണ്ടത്. ഓക്കെ ഓക്കെ, നമുക്ക് എല്ലാവരും നെക്സ്റ്റ് 3 പോയിന്റ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എല്ലാവരും എന്താ പറയാ ഇതിൽ നിന്ന് വിട്ടുപോയി തുടങ്ങി തോന്നാം, അല്ലെ? ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടായിരിക്കും. എനിവേ നമ്മൾ 3 പോയിന്റ്സുകളും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണ്. അതായത് കഴിഞ്ഞ ആ ഒരു സ്കില്ലിൽ പറഞ്ഞതിന്റെ ബാക്കി തന്നെയാണ്. പക്ഷെ അതിനൊരു കണ്ടിന്യൂവേഷൻ കൂടി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിർത്താന്ന് വെച്ചത്. അതായത് ഒരു ചാർട്ടും കൂടി തന്നിട്ടുണ്ട് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട്. അപ്പൊ അത് രണ്ടും കൂടി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വായിച്ചു നോക്കാൻ ഏതെങ്കിലും പോയിന്റുകൾ നോക്കാനുണ്ടോ? എന്തെങ്കിലും പറഞ്ഞു തരേണ്ടതുണ്ടോ? മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ാണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ക്ലിയർ ആണ്, പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നുമില്ല. നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ വായിച്ചിട്ട് വരിക. ഓക്കെ, താങ്ക് യു. Thank you.